قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. ദർശന ടി വിയുടെ മുഴുവൻ പ്രേക്ഷകർക്കും അഹ്ലൻ വസഹ്ലൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹ്മൂദ് അല്ലേ, വേങ്ങര വരെയാണ് അല്ലേ? മാഷാ അല്ലാ. ഖുർആൻ പാരായണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എന്താ പഠിക്കുകയാണോ? പഠിക്കുന്നുണ്ട്, രണ്ടും വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട്. മാഷാ അല്ലാ മാഷാ അല്ലാ. MA ഫസ്റ്റ് ഇയർ ചെയ്യുന്നു. MA ഫസ്റ്റ് ഇയർ ആണ്. മാഷാ അല്ലാ. അതിൻ്റെ കൂടെ തന്നെ ദീനി പഠനവും അതിൻ്റെ കൂടെ നടക്കുന്നു. അൽഹംദുലില്ലാ. അത് രണ്ടും കൂടെ അല്ലേ ഒരുമിച്ചാകുമ്പോൾ നിഅമത്ത് അല്ലേ, വളരെ നന്നായി. അൽഹംദുലില്ലാ. പിന്നെ ഇന്ന് നമുക്ക് ഓതാൻ പോകുന്ന ഭാഗം ഏതാണ്? സൂറത്തുൽ ജുമയിലെ അവസാനത്തെ ഭാഗം. സൂറത്തുൽ ജുമയും മുനാഫിഖൂനും അല്ലേ, ഒരു വെള്ളിയാഴ്ചകൾ ഓതൽ സുന്നത്തുള്ള അല്ലെങ്കിൽ വെള്ളിയാഴ്ച നിസ്കാരങ്ങളിലൊക്കെ ഓതപ്പെടുന്ന സൂറകളാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് സൂറത്തുൽ ജുമുഅ നിങ്ങൾ മറിച്ചു വെച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് മഹ്മൂദ് ഓതുന്നത് ആ ഭാഗമാണ്. ഇൻഷാ അല്ലാ അതിൻ്റെ ഖിറാഅത്ത് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഉസ്താദന്മാർ ജഡ്ജിമാരിവിടെ ഉണ്ട്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ഖിറാഅത്ത് നന്നാക്കി എടുക്കാം. എന്നാൽ പിന്നെ ഖിറാഅത്തിലേക്ക് പോകാം അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما
قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين صدق الله العلي العظيم. ബറക്കല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാ, വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് റമദാനിൻ്റെ ദിവസങ്ങളാണ്. ഖുർആൻ ധാരാളം പാരായണം ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട, പഠിക്കേണ്ട സമയമാണ് അല്ലേ? നിങ്ങൾ ഓതിയത് തന്നെ സൂറത്തുൽ ജുമുഅ ആണ്. ജുമുഅ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച അല്ലേ? സൂറത്താണ്. പിന്നെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ ഓതിയ ആയത്തിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. 3 ആയത്തിൻ്റെ. സുബ്ഹാനല്ലാഹ്. ഫതറകൂക ഖായിമ അല്ലേ? യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് അല്ലേ? ജുമുഅ നിസ്കാരം, ഒരാഴ്ചയിലെ ആ വെള്ളിയാഴ്ചത്തെ ജുമുഅ നിസ്കാരം, അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഒന്ന് സത്യവിശ്വാസികൾ ഒരുമിച്ച് ചേരുന്ന തജമ്മു ആകുന്ന ഒരു നിസ്കാരമാണ് അല്ലേ? എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു. സുബ്ഹാനല്ലാഹ്. നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിൽ ഓരോ മഹല്ലിലുമുള്ള ആളുകൾ പരിചയപ്പെടുന്നുണ്ട്. ജുമുഅ ആകുമ്പോൾ വലിയ ജുമുഅത്ത് പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു വലിയൊരു ബിഗ് ഗാദറിങ്. പിന്നെ പെരുന്നാളാകുമ്പോൾ കുറേ കൂടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു. ഹജ്ജാകുമ്പോൾ ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഇങ്ങനെ ഒരു വലിയ ഐക്യവും ഈ ഒത്തുചേരലും ഇങ്ങനെ ഒരു സോഷ്യൽ ഫീലിംഗ് അല്ലേ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തൊക്കെ ചുറ്റുപാടുകളൊക്കെ ഈ ആയത്തിൽ ചർച്ച വരുന്നുണ്ടോയെന്ന്. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദു ഇലൈഹാ വതറകൂക ഖായിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ ഈ കച്ചവടത്തിനുള്ള സാധനങ്ങൾ സാമഗ്രികൾ വന്നപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഇറങ്ങി ഓടി. ആ സമയത്താണ് ഖുർആനിൻ്റെ ഈ ആയത്തിൻ്റെ മാഷാ അല്ലാഹ് അതിൻ്റെ അവതരണം നടക്കുന്നത് അല്ലേ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഈ അവിടെ നിസ്കരിക്കാൻ വന്ന, ഖുതുബ ശ്രദ്ധിക്കാൻ വന്ന ആളുകളുടെ ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ സിറിയയിൽ നിന്ന് കച്ചവട സംഘം വന്നപ്പോൾ കുറേ കാലങ്ങളായി കാണാതെ അവർ വിഷമിക്കുകയാണ്. അങ്ങനെ മാസങ്ങളോടെടുക്കുന്ന യാത്രയല്ലേ? ഏകദേശം അന്നൊക്കെ ഒരു 40-ലേറെ ദിവസം എടുക്കുന്ന അല്ലേ? ഒട്ടകപ്പുറത്ത് സിറിയയിലേക്ക് പോവാൻ, ഇങ്ങോട്ട് വരാൻ 40. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു കാണാനുള്ള ഒരു ആഗ്രഹവും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ ഖുതുബ മറന്നു പുറത്തേക്ക് ഓടിക്കളഞ്ഞു അല്ലേ? വതറകൂക ഖായിമ. അതൊരിക്കലും ചെയ്ത് ശരിയായില്ല. അല്ലാഹു തആല പറയുന്നത് എന്താണ്? വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദു ഇലൈഹാ വതറകൂക ഖായിമ. അള്ളാഹുവിൻ്റെ വിഷയങ്ങൾ മാറ്റിവെച്ച് കച്ചവടത്തിലേക്കും, ലഹു എന്ന് പറഞ്ഞാൽ മാ യുൽഹിന്നാസ് അല്ലേ? ജനങ്ങളെ എന്തെല്ലാം അള്ളാഹുവിൽ നിന്ന് അകറ്റി നിർത്തുമോ അതൊക്കെ ലഹുവാണ് അല്ലേ? ഈ ലോകത്തിൻ്റെ മുഴുവൻ വ്യാപാരങ്ങൾ എടുത്തു നോക്കിയാൽ അതിലധികവും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? വെറുതെ എൻ്റർടൈൻമെൻറ്റ്. എല്ലാം എൻ്റർടൈൻമെൻറ്റാണ്. എൻ്റർടൈൻമെൻറ്റുകൾക്ക് അവിടെ ഇൻഫല്ലു ഇലൈഹാന്ന ജനങ്ങൾ കൂട്ടമായിട്ട് ഓടുന്ന. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുകയാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ജാം വരും അല്ലേ? ഒരു ഗാനമേളയോ അങ്ങനത്തെ ഒരു മ്യൂസിക് പ്രോഗ്രാമോ അല്ലെ സെലിബ്രിറ്റി ഷോ ഒക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളവിടെ ഇൻഫല്ലു കൂട്ടമായിട്ട് ചെല്ലുകയാണ് അല്ലേ? നേരെ മറിച്ച് ഒരു ആധ്യാത്മികമായൊരു പഠനം, ഖുർആനികമായൊരു പഠനം, ഒരു മതപരമായ അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന അങ്ങനത്തെ സദസ്സിലൊന്നും വരാത്ത ആളുകൾ ഒക്കെ ഈ അനാവശ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സമയം കൊല്ലുന്ന പരിപാടികളിലേക്കൊക്കെ കൂട്ടമായിട്ട് ഓടുകയാണ് അല്ലേ? അള്ളാഹു എന്താ പറയുന്നത്? ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. കച്ചവടം വേണം, അള്ളാഹു ഹലാലാക്കിയതാണ്. പക്ഷേ എൻ്റർടൈൻമെൻറ്റുകൾ അത് മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല. നമ്മൾ മറ്റൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി വന്ന ആളുകളാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ. ഏറ്റവും നല്ല വിഭവങ്ങൾ, അള്ളാഹ് ഇസ് ദ ബെസ്റ്റ് ഓഫ് പ്രൊവൈഡേഴ്സ് അല്ലേ? അള്ളാഹുവിൻ്റെ റിസ്ക്, ഭക്ഷണമാവാം, അള്ളാഹു തരുന്നതൊക്കെ റിസ്ക്കാണ് അല്ലേ? നിങ്ങളിപ്പോൾ ഇവിടെ ഓതിയതും ഈ ഖുർആൻ ടാലൻറ്റ് ഷോക്ക് കിട്ടുന്ന ഒരു റിസ്ക്കാണ്. നിങ്ങളിലൂടെ അള്ളാഹു ഞങ്ങൾക്ക് തരുന്ന, നമ്മുടെ പ്രേക്ഷകർക്ക് തരുന്ന ഒരു റിസ്ക്കാണ് നിങ്ങളുടെ ഈ പാരായണം തന്നെ അല്ലേ? പിന്നെ നമ്മുടെ ജഡ്ജിമാർ, ഉസ്താദുമാർ അവരഭിപ്രായം പറയുന്നത് ഒരു ഇൽമിൻ്റെ റിസ്ക്കാണ് അല്ലേ? നമുക്ക് ഭക്ഷണം, നമ്മുടെ സമ്പത്ത് എല്ലാം റിസ്ക്കാണ്, മക്കൾ റിസ്ക്കാണ്. ഇതെല്ലാം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ? നമ്മൾ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക അല്ലേ?
നമുക്കുള്ള വിഷയങ്ങൾ അള്ളാഹു ഏറ്റെടുത്തു. മാഷാ അള്ളാഹ്. അങ്ങനെ വലിയൊരു ആശയം ഈ സൂറത്തുൽ ജുമുഅയിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മുടെ അഹ്കാമു തിലാവ അതിൻ്റെ വശങ്ങളൊക്കെ നമ്മുടെ ഉസ്താദുമാർ, ജഡ്ജിമാർ, നമുക്ക് ബഹുമാനപ്പെട്ട ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദ് കോട്ടക്കൽ, പിന്നെ നമുക്ക് നമ്മുടെ വളരെ പ്രഗത്ഭനായ പ്രശസ്തനായ സാംസ്കാരിക പ്രവർത്തകനൊക്കെ ബഹുമാനപ്പെട്ട EV ഉസ്മാൻ കോയ സാഹിബുണ്ട്. അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുക അല്ലേ. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഖാദർ ഉസ്താദ്. നമ്മുടെ ഉസ്താദ് മഹ്മൂദ് ഓതിയ ഖിറാത്ത് വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഖുർആനെ ഓതാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് ജനങ്ങൾക്ക് എത്തിക്കാനും ഉള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ. അടുത്ത റൗണ്ടിലേക്ക് താങ്കൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നന്നായിരുന്നതാണ്. ഫസ്അ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, അവിടെ ഐന് വ്യക്തമായിട്ട് വഖഫ് ചെയ്യുന്ന അവസരം മനസ്സിലായിട്ടില്ല. ഒന്നും കൂടി ഓതിയാട്ടാണ്. فاسعوا إلى ذكر الله وذروا البيع. അയിൻ വേണ്ട പോലെ വ്യക്തമായിട്ടില്ല. അതാണ് സാക്കിനായനല്ലേ. അപ്പോൾ ഇയ്യാക നഅ്ബുദു അതുപോലെ തന്നെ അയിനല്ലേ, സാക്കിനായ അയിനാണല്ലോ. അപ്പോൾ ബൈ എന്നുള്ള അയിൻ വരേണ്ടതാണ്. ബൈ ബൈ വദറുൽ ബൈ എന്നുള്ള ശബ്ദം ഉണ്ടാവേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ശ്രമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ മഹ്മൂദിന് 50 മാർക്കിൽ 30 മാർക്ക് കൊടുക്കും. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദ്. അൽഹംദുലില്ലാഹ്, നല്ല ഖിറാഅത്തായിരുന്നു. ഒരല്പം നിയമം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പുരോഗതിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മീ യൗമിൽ ജുമുഅത്തി എന്ന ഓതിയടുത്ത് മീ നൂൻ്റെ ശേഷം യാ വന്നാൽ ഇത് ഗംഭീർന്ന ചെയ്യണം. പക്ഷേ ആ ഉന്നത്ത് അവിടെ കുറച്ച് കുറഞ്ഞ രൂപത്തിലാണ് കേട്ടത്. ഒന്നുകൂടത് ശക്തിപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തഫ്ഖീമിൻ്റെ റ ഒക്കെ വരുമ്പോൾ തഫ്ഖീം ഒന്നുകൂടെ ഒന്ന് കൂട്ടുക. വ ഇദാ റ തിജാറ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തഫ്ഖീമൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഖായിമ, അവിടെ ഖായി എന്നുള്ള ഹംസ ഒരു തഹ്ഖീഖ് വന്നിട്ടില്ല, കുറഞ്ഞൊരു അവ്യക്തത ഉണ്ടായി. ഖായിമ എന്നുള്ള അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള റൗണ്ടിൽ ഒന്ന് ഉഷാറാകാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പിന്നെ മാർക്ക് 50ൽ 31 മാർക്ക് എടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മുടെ EV ഉസ്മാൻ സാഹിബുണ്ട്, ഉസ്മാൻ കോയ സാഹിബ്. ഇൻഷാ അല്ലാഹ് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വളരെ മധുരകരമായിട്ടുള്ള ഒരു പാരായണമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നടത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ചിട്ട് ഖുർആൻ ഇറങ്ങിയ ഈ പുണ്യ മാസത്തിൽ ഇങ്ങനെയുള്ള പാരായണങ്ങൾ, ഈ കാലഘട്ടത്തിൽ റിയാലിറ്റി ഷോകൾ ആഭാസകരമായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച ദർശന ടീമിനെ തന്നെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഈ കാലഘട്ടത്തിൽ കുടുംബസഹിതം കാണാൻ പറ്റാത്ത പരിപാടികളൊക്കെയാണ് ചാനലുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്ന് ഭിന്നമായി ഇതുപോലുള്ള ഒരു പരിപാടിക്ക് മുൻകൈ എടുത്തവരെ ഞാൻ പ്രശംസിക്കുന്നു. 10ൽ 6 മാർക്ക് ഞാൻ കൊടുക്കുന്നു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഉസ്താദ്മാരുടെ നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസ്ക്കാണ് അല്ലേ. അല്ലാഹു ഖൈറുർ റാസിഖീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും ഈ ഖുർആൻ ടാലൻറ്റ് ഷോയുടെ സീസൺ 2 ആണ്. നമുക്ക് ഇനിയും റൗണ്ടുകൾ വരാനുണ്ട്, മത്സരങ്ങൾ നടക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഗസ്റ്റ് ബഹുമാനപ്പെട്ട EV ഉസ്മാൻ കോയ സാഹിബ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സൃഷ്ടിപരമായ ഒരു വളരെ പോസിറ്റീവ് എനർജി, ജനങ്ങൾക്ക് ഏറ്റവും നല്ല മെസ്സേജ് കിട്ടുന്ന ഒരു മത്സരമാണ് നമ്മുടേത് അല്ലേ. അപ്പോൾ അൽഹംദുലില്ലാഹ് കൂടുതൽ പരിശ്രമിക്കുക. പിന്നെ വലിയ ഖാരിയാവണം, ഖാരിയും ഖുർആനിൻ്റെ മുറത്തിലും മുത്തബ്ബിഖും അല്ലേ, അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കണം അല്ലേ. അതാണല്ലോ അതിൻ്റെ ലക്ഷ്യം തന്നെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്നു, ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഖുർആൻ ഓതി തന്നു. പ്രേക്ഷകർക്ക് വളരെ കർണാനന്ദകരമായ ഖിറാഅത്തിൻ്റെ അനുഭൂതി കിട്ടി. അൽഹംദുലില്ലാഹ്. ഒന്നുകൂടെ നന്ദിയും പ്രാർത്ഥനയും അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈറ.
عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുനീബ് ഹുസൈൻ അല്ലേ, തളങ്കര. അതെ, തളങ്കരയുടെ പ്രത്യേകമായ തൊപ്പിയാണ് അല്ലേ, അങ്ങനെ പറയാറുണ്ടല്ലേ തളങ്കര. തളങ്കര തൊപ്പി. മാഷാ അല്ലാ. മുനീബ് ഹാഫിളാണല്ലേ? അതെ, ഹാഫിളാണ്. അൽഹംദുലില്ലാ. ഹിഫ്ള് ചെയ്തൊക്കെ എവിടെയാണ് പഠിച്ചത്? ദുബായിൽ വെച്ചാണ്. ദുബൈയിലാണ്. മാഷാ അല്ലാ. ജനിച്ചു വളർന്നൊക്കെ എവിടെയാണ് പഠിച്ചതൊക്കെ? അല്ല, ഞാൻ 5th വരെ നാട്ടിൽ പഠിച്ചു, പിന്നെ 6th തൊട്ട് അങ്ങോട്ട്. ഹിഫ്ളൊക്കെ ദുബൈയിൽ നിന്നാണ്? അതെ അതെ, സ്കൂളിൽ നിന്ന് തന്നെയാണ്, ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ്. ആ, അവിടെ നിന്ന് അതിൻ്റെ കൂടെ തന്നെ ഹിഫ്ളും. മാഷാ അല്ലാ. ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ ME എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ. മാഷാ അല്ലാ. നമ്മുടെ പ്രേക്ഷകർ ഒന്നുകൂടെ നമുക്ക് വരുന്ന കണ്ടസ്റ്റൻറ്റുകൾ വളരെ പ്രഗത്ഭരാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് മുനീബ്. ദുബൈയിൽ നിന്ന് ഖുർആൻ പാരായണം പഠിച്ചു, ഖുർആൻ്റെ ഹിഫ്ള് ചെയ്തു. എത്ര വർഷം എടുത്തു ഖുർആൻ പഠിക്കാൻ? 3 വർഷം. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ കൂടെ ഖുർആൻ പാരായണവും അതിൻ്റെ മുറാജ റിവിഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? റിവിഷൻ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. എത്ര സമയം എടുക്കും ഒരു ദിവസം? ഇല്ല, അങ്ങനെയെന്ന് വെച്ചാൽ കഴിയുന്നത് പോലെ ഫ്രീ ടൈം അനുസരിച്ചിട്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഏതായാലും കുറേ സമയം ഖുർആനുമായി ചിലവഴിക്കാൻ ഓരോ ദിവസവും അവസരമുണ്ടല്ലേ. നമുക്ക് ഏത് ഭാഗമാണെന്ന് ഓതണത്? ഞാൻ സൂറത്തുൽ ഹിജ്റിലെ 85-ാമത്തെ ആയത്ത് മുതൽ അവസാനം. സൂറത്തുൽ ഹിജ്ർ 85-ാമത്തെ ആയത്ത്. നമ്മുടെ പ്രേക്ഷകർ സൂറത്തുൽ ഹിജ്ർ എടുത്തു വെച്ചാൽ ഇൻഷാ അല്ലാ 85-ാമത്തെ ആയത്ത് മുതലാണ് നമ്മുടെ മുനീബ് ഹുസൈൻ നമുക്ക് ഓതാൻ പോകുന്നത്. ഇൻഷാ അല്ലാ നമ്മുടെ ഉസ്താദുമാർ ഖാരിമാർ ഇവിടെ ഉണ്ട്, ബഹുമാനപ്പെട്ട EV ഉസ്മാൻ കോയ സാഹിബുണ്ട്. അവരൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇൻഷാ അല്ലാ അറിയിക്കും. നമുക്ക് ഖുർആനിലേക്ക് പ്രവേശിക്കാം അല്ലേ? ഫضل. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل. إن ربك هو الخلاق العليم. وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل. إن ربك هو الخلاق العليم. ولقد آتيناك 7 من المثاني والقرآن العظيم. لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن
وقل إني أنا النذير المبين كما أنزلنا على المقتسمين الذين جعلوا القرآن عضين فوربك لنسألنهم أجمعين صدق الله العظيم قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാ. സ്വഹാബികളൊക്കെ വലിയ വലിയ കവികളും പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നവർ അതൊക്കെ ഉപേക്ഷിച്ച് പിന്നെ ഖുർആനിലേക്ക് വന്നതാണല്ലോ. പിന്നെ ഖുർആൻ്റെ തിലാവത്താണ് അല്ലേ? രാത്രി ആന അല്ലൈലി വതുറാഫൻ നഹാർ അല്ലേ? രാവും പകലും ഖുർആനിൻ്റെ പാരായണം മനസ്സിന് ഭയങ്കര, അത് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ എന്താണ് ഈ ഭാഗങ്ങൾ ഓതിപ്പോയത്, എന്താണ് ഇതിൻ്റെ ആശയമെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും എന്തോ ഒരു അട്രാക്ഷൻ ഖുർആൻ നമ്മുടെ ഹൃദയത്തെ എങ്ങോട്ടോ മാടി വിളിക്കുന്നുണ്ട് അല്ലേ? വളരെ മനോഹരമായ ഭാഗമാണ് ഇപ്പോൾ മുനീബ് ഓതിയത് അല്ലേ? എന്താണ് അതിൻ്റെ ആശയം എന്ന് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചില്ല. വമാ ഖലഖന അസ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് അല്ലേ? ആകാശ ലോകങ്ങളും ഭൂമിയും അതിൻ്റെ ഇടയിലുള്ള എല്ലാം അള്ളാഹു കൃത്യമായ ഒരു ലക്ഷ്യത്തിനാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. ഇല്ലാ ബിൽ ഹഖ്, അതൊരു ഫാൻസി അല്ല, അത് ഹക്കാണ്, ഒരു ഹഖീഖത്താണ്, ഒരു റിയാലിറ്റിയാണ്. വ ഇന്ന സഅ ലആതിയത്തുൻ, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും അല്ലേ? ഖിയാമത്ത്, ഇതിനൊരു എൻഡുണ്ട്, പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ട്. അത് എപ്പോഴാണെന്ന് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ചില ആളുകളൊക്കെ പറഞ്ഞു 2012 എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അനിമേഷൻ മൂവിയൊക്കെ ഇറക്കിയിട്ട് 2012 ലോകം അവസാനിക്കാൻ പോകുന്നൊക്കെ അല്ലേ? കേട്ടിരുന്നോ? ചില രാജ്യത്തൊക്കെ ആളുകൾ പുരയും പറമ്പൊക്കെ വിറ്റു എന്നാ. ഇനി എന്തിനാ 2012 കഴിഞ്ഞാൽ ഇത് വില കിട്ടൂലല്ലോ. പിന്നെ സുബ്ഹാനല്ലാഹ്, മായൻ സംസ്കാരത്തിൻ്റെ എന്തോ കണക്കുകളൊക്കെ വെച്ച് പക്ഷേ അള്ളാഹു അങ്ങനെ ഒരു എന്ന് ലോകം അവസാനിക്കുന്നു എന്ന് അറിയിച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ അത് ആരെയായിരുന്നു അറിയിച്ചു കൊടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അന്ത്യം ലോകത്തിന് വരാനുണ്ട്, ഒരു മനുഷ്യന് അന്ത്യമുണ്ട്. ആ അന്ത്യത്തെ ലക്ഷ്യമാക്കി നമ്മൾ പ്രവർത്തിക്കണം. കാരണം ഇത് നമ്മുടെ ശാശ്വതമായ ജീവിതം അല്ല, ഇവിടെ പാരത്രിക ലോകം ആഖിറത്തിലേക്കുള്ള ലോകമാണ്. അതിനെന്താ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ആഹ്വാനം? ഫസ്ഫഹി സഫ്ഹൽ ജമീൽ. ഖുർആനിൻ്റെ ഈ ആശയം ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അതിനെ എതിർക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, മനോഹരമായിട്ട് അവർക്ക് മാപ്പ് കൊടുക്കിൻ. സുബ്ഹാനല്ലാഹ് അല്ലേ? ഖുർആൻ്റെ സമീപനം അതാണ്. നിങ്ങൾ മാപ്പാക്കി കൊടുക്കിൻ, പുറത്തു കൊടുക്കിൻ അല്ലേ? യുദ്ധത്തെ സംബന്ധിച്ച് പറഞ്ഞ ചില ഭാഗങ്ങളിലാണ് അങ്ങനെ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ഒരു സമയത്ത് എന്ത് നേരിടണം, എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് അത് യുദ്ധം പറയുന്നു, ഇസ്ലാം കൊല്ലാൻ പറയുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു വിവരക്കേട് സമൂഹം മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. തൊട്ടടുത്ത പേജുകളിൽ ഖുർആനിനെ കളിയാക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഡാനിഷ് കാരിക്കേച്ചറും ലോകത്ത് നടന്ന മറ്റു ഖുർആനെ അപമര്യാദപ്പെടുത്തുന്ന സംഗതികളും അല്ലേ? അന്നഹു യദീഖു സദ്റുക, ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ആ ഒരു ആയത്ത് മാത്രം. വലഖദ് നഅലമു أنك يضيق صدرك بما يقولون. മാഷാ അല്ലാഹ്, ഖുർആനെ സംബന്ധിച്ചും അങ്ങയെ സംബന്ധിച്ചും കളിയാക്കി പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേക്ക് വേദനിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം നബിയെ. അള്ളാഹു പറയാം, അങ്ങേക്ക് വേദന വരുന്നുണ്ട്, അങ്ങ് വിഷമിക്കുന്നുണ്ട്. സത്യവിശ്വാസികളുടെ മനസ്സിൽ വേദനയും വളരെ വളരെ അങ്ങേയറ്റത്തെ സങ്കടവും തോന്നും ഖുർആൻ അപമാനിക്കുന്നത് കാണുമ്പോൾ. പക്ഷേ എന്താ നമ്മൾ ചെയ്യേണ്ട റിയാക്ഷൻ? ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ,
കളിയാക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ഉപദ്രവം ഒന്നും അങ്ങേ കേൾക്കില്ല നബിയെ, അവരുടെ വിഷയമൊക്കെ ഞാൻ ഏറ്റെടുത്തു, തങ്ങളതിനെ സംബന്ധിച്ച് വിഷമിക്കേണ്ട. അങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആ ഒരു മനോഹരമായ ഒരു വശം, ഒരു വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഓതിയത്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ജഡ്ജസ് ഉസ്താദുമാർ നമ്മുടെ അഹ്കാമ തിലാവയിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുണ്ടേരി. അൽഹംദുലില്ലാഹ്, നമ്മളെ എഞ്ചിനീയർ മുനീബ് ഹുസൈൻ ഇൻഷാ അള്ളാഹ് ഖുർആൻ ടക്കരെങ്കിലും കൂടി പഠിച്ച് ഒരു അറിയപ്പെട്ട ഒരു കാര്യമായി മാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനുമായി ബന്ധപ്പെട്ട് ആ ഭൗതികമായ എഞ്ചിനീയറോടൊപ്പം തന്നെ ഖുർആൻ എഞ്ചിനീയറുമായി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത റൗണ്ടിൽ ഇൻഷാ അള്ളാഹ് വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ വീണ്ടും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാം ഖുർആൻ ലഹരിവറാക്കുമാറാകട്ടെ. മാർക്ക് 50 മാർക്കിൽ 36 ഞാൻ കൊടുക്കണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദ്. അൽഹംദുലില്ലാ, നല്ല ഖിറാഅത്തായിരുന്നു. ദുബൈയിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ആ അറബികളുടെ സ്വരം മഖാരിജൊക്കെ ഏകദേശം നല്ല വ്യക്തമായിട്ടുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ടുകളിൽ ഒന്നുകൂടെ ഉയർച്ച നേടാം. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, സഫ്ഹൽ എന്ന് കുറച്ച് ആ ശൈലി കൂട്ടുന്ന സമയത്തൊരു കുറച്ച് അധികമായിട്ട് ഫസ്ഫഹി സഫ്ഹൽ എന്ന് വരുന്നുണ്ട്. അങ്ങനെ ശൈലി കൂട്ടുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കുക. ശൈലി നല്ല ഉഷാർ ശൈലിയാണ്, പുതിയൊരു മോഡലാണ്. അതുപോലെ ഷീന്, അതും ശ്വാസം നല്ലോണം പിടിച്ച് എടുത്ത് അപ്പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഷീനിൻ്റെ തഫശ്ശിന്ന് കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട്. മുശ്രിക്കീൻ, അത് അങ്ങനെയുള്ള ചെറിയ ഭാഗങ്ങൾ മാത്രം അതൊന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നല്ല വിജയം വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 50-ൽ 37 മാർക്ക് കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഇ വി ഉസ്മാൻ കോയ സാഹിബുണ്ട്. വളരെ ആനന്ദകരമായിട്ടുള്ള പാരായണമാണ് നടത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. ഇന്നത്തെ കലാലയങ്ങളൊക്കെ സംഘടനകളുടെയും കൊലവിളികളുടെയും അതുപോലുള്ള മലിനസമായി കൊണ്ടിരിക്കുന്ന റാഗിങ്ങിനൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കളെപ്പോലുള്ള ബിരുദാന്തരത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് തികച്ചും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊരു മാതൃകയാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉസ്താദുമാർ പറഞ്ഞ മാതിരി വളരെ നന്നായിട്ടുണ്ട്. ഞാൻ 10-ൽ 7 മാർക്ക് കൊടുക്കുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മബ്രൂക്ക്, മബ്രൂക്ക്, മബ്രൂക്ക് മുനീബ് ഹുസൈൻ. വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഉസ്താദ്മാരൊക്കെ പറഞ്ഞ പോലെ ഒരു എൻജിനീയർ പണ്ഡിതന്മാർ ഇന്നൊരുപാട് ആളുകളുണ്ട് അങ്ങനെ. ഇപ്പോൾ സഹ്ലുൽ നജ്ജാർ, അദ്ദേഹം എൻജിനീയറാണ്, ഈജിപ്ഷ്യൻ ഖുർആൻ വലിയ പണ്ഡിതൻ. പിന്നെ ഖുർആനിൻ്റെ മാത്തമാറ്റിക്സ്, ഖുർആനിൻ്റെ നമ്പർ വണ്ടേഴ്സ്, ന്യൂമറിക്കൽ വണ്ടേഴ്സ്, ഖുർആനിൽ അക്കങ്ങളുമായി, ഇപ്പോൾ 7 എന്ന് പറഞ്ഞ നമ്പറുമായി ബന്ധപ്പെട്ട ആയത്തിൻ്റെ അത്ഭുതങ്ങൾ, അങ്ങനെ ഖുർആനിൻ്റെ അക്ഷരങ്ങളും കണക്കും തമ്മിലുള്ളൊരു വലിയൊരു പഠനം നടത്തിയൊരു പണ്ഡിതനുണ്ട്, അബ്ദുദ്ദായിം അൽ കഹീൽ, ജീവിച്ചിരിപ്പുള്ള പണ്ഡിതൻ. അദ്ദേഹം എൻജിനീയറാണ്. പിന്നെ ഖുർആനിൻ്റെ ബലാഗയിൽ, ഖുർആനിൻ്റെ ഭാഷാഭംഗിയിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു വലിയ സിറിയൻ പണ്ഡിതൻ വേറുണ്ട്, അലി മൻസൂർ അൽ ഖയാലി. അദ്ദേഹം എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ. അങ്ങനെ ഒരുപാട് എൻജിനീയർമാർ ഈ ഖുർആൻ്റെ രംഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പലതും ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഭാഷാ പണ്ഡിതന്മാർക്ക് പലതും ഖുർആനിൽ നിന്ന് കിട്ടും, ഡോക്ടേഴ്സിന് പലതും കിട്ടാനുണ്ട്, സയൻറ്റിസ്റ്റുകൾക്ക് കിട്ടാനുണ്ട്. അങ്ങനെ ഓരോരുത്തരും വന്ന് ഖുർആനിൽ നിന്ന് അവരവരുടെ എക്സ്പെർട്ടൈസ് എന്താണോ അതിൽ നിന്ന് അവർ കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഖുർആൻ ചാലഞ്ച് ഷോ സീസൺ 2 വന്നതിൽ വളരെ നന്ദി. അതിന് എല്ലാവിധ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈറ. قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് മുഹമ്മദ് ജലാൽ അല്ലേ, നിലമ്പൂർ കരുളായിൽ നിന്ന് വരുന്നത് അല്ലേ? മാഷാ അല്ലാഹ്. സയ്യിദ് ഖുർആൻ ഹിഫ്ള് ചെയ്തു അല്ലേ? മാഷാ അല്ലാഹ്. എത്ര വർഷം എടുത്തു ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ?
നാലഞ്ച് വർഷം. 4-5 വർഷത്തിലുള്ളൂ. മാഷാ അല്ലാ. ഇപ്പോൾ എന്താണ് പഠിക്കുകയാണ്? ഇപ്പോൾ വളാഞ്ചേരി മർക്കസിൽ വാഫി കോഴ്സിന് പഠിക്കുകയാണ് വളാഞ്ചേരിയിൽ. മാഷാ അല്ലാ. എത്ര വർഷമായി? അവിടെ 4ാമത്തെ വർഷം. 4ാമത്തെ. വാഫി കോഴ്സ് നമ്മൾ SSLC കഴിഞ്ഞിട്ട് ഒരു 8 വർഷത്തെ പഠനം അല്ലേ? ഡിഗ്രി ഉണ്ടാവും, അതിൻ്റെ കൂടെ മതവിദ്യാഭ്യാസവും അല്ലേ, കിതാബുകളൊക്കെ പഠിക്കും. അങ്ങനെ രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാ. 4 വർഷം കൂടെ ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഖുർആൻ ടാലൻറ്റ് ഷോ എങ്ങനെ അറിഞ്ഞത്? എങ്ങനെ പരിപാടിയിലേക്ക് എത്താനുള്ള അവസരം എങ്ങനെ? കൂട്ടുകാരൻ കൊണ്ട് അറിയാം. മാഷാ. അപ്പോൾ ജനങ്ങൾ അത് ചർച്ച നടക്കുന്നുണ്ട് അല്ലേ, അറിയുന്നുണ്ട്. അൽഹംദുലില്ലാ. ഒരു ഖുർആൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഖുർആൻ്റെ മധുരിമയാർന്ന പാരായണങ്ങൾ അല്ലേ നമുക്ക് സമ്മാനിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിലാണിത് അല്ലേ? ഇൻഷാ അല്ലാ. ഏത് ഭാഗമാണ് നമുക്ക് ഓതാൻ ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ ഖിയാമ തുടക്കത്തിൽ. സൂറത്തുൽ ഖിയാമ അതിൻ്റെ ആദ്യ ഭാഗം ഓതാണ്. നമ്മുടെ പ്രേക്ഷകർ സൂറത്തുൽ ഖിയാമ മറച്ചു വെച്ചാൽ മുസാഫുള്ള ആളുകൾ സൂറത്തുൽ ഖിയാമയുടെ ആദ്യം മുതലാണ് സയ്യിദ് മുഹമ്മദ് ജലാൽ നമുക്ക് വേണ്ടി ഓതുന്നത്. നമ്മുടെ ജഡ്ജി ഉസ്താദുമാരോടുണ്ട്, നമ്മുടെ അതിഥി ഉണ്ട്, ബഹുമാനപ്പെട്ട EV ഇസ്മാൻ സാഹിബ് ഉണ്ട്. അവരൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയും. നമുക്കെന്ന ഖിറാഅത്തിലേക്ക് പ്രവേശിക്കല്ലേ? ഇൻഷാ അല്ലാ തുടങ്ങിക്കോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر
يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة ولو ألقى معاذيره بل الإنسان على نفسه بصيرة ولو ألقى معاذيره لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه صدق الله العظيم قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. മാഷാ അല്ലാഹ്, അല്ലാഹു ബാരിക് ഫീക്ക്. വളരെ മനോഹരമായിട്ട് സൂറത്തുൽ ഖിയാമ അല്ലേ, നമ്മൾ അവസാനം ഓതി വെച്ച ഭാഗം അല്ലേ, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ അല്ലേ, ഖിയാമത്തിൻ്റെ വശങ്ങളാണ്, പരലോക ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് അല്ലേ. അല്ലാഹു തആല ഈ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഖിയാമ, പരലോകം, അന്ത്യനാൾ, മനുഷ്യന് മരണമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയൊരു ലോകം അല്ലേ. നന്മ സുഖമാണെങ്കിൽ അങ്ങനെ, ശിക്ഷയാണെങ്കിൽ അതിൽ അനന്തമായ ഒരു ലോകം മനുഷ്യൻ്റെ മുമ്പിലുണ്ട് എന്ന് പറയാം. അതും ഏറ്റവും അത്ഭുതകരം ശുദ്ധ ഖുർആനിൻ്റെ ഇപ്പം നമ്മൾ ഓതുന്ന സൂറത്തുൽ ഖിയാമ 29-ാമത്തെ ജുസ് ആണ് അല്ലേ. 29-30 ജുസ് നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട ചർച്ച വിഷയം എന്താണ്? അവസാനമാണ്, അന്ത്യനാളിനെക്കുറിച്ചാണ്. ഖുർആൻ അവസാനിക്കുകയാണ്, ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അല്ലേ. കൂടുതൽ ഭാഗങ്ങളും ഖിയാമത്തിനെ സംബന്ധിച്ച് ശുദ്ധ ഖുർആനിലെ 6000-ലേറെ ആയത്തുകളിൽ, സൂക്തങ്ങളിൽ 1000 ആയത്തുകൾ ചർച്ച ചെയ്തത് എന്താണ്? പരലോകമാണ്, പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തകളാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനത്തിലേക്ക് ചില മുഖങ്ങൾ നോക്കി, അള്ളാഹുലേക്ക് നോക്കിയിട്ട് പ്രകാശം കിട്ടുന്ന മുഖങ്ങളുണ്ട് അല്ലേ. പരലോകത്തെ ഏറ്റവും വലിയ വിജയം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ
പിന്നെ കിട്ടുന്ന വലിയ സൗഭാഗ്യം എന്താണ്? ഈ ലോകമൊക്കെ പടച്ച അള്ളാഹുവിനെ കാണാൻ കഴിയാന്നല്ലേ, റുഇയത്തുല്ലാ. ആ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലേ. ശുദ്ധ റമദാനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ മഗ്ഫിറത്തും പാപമോചനവും ഒക്കെ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്ന വളരെ പുണ്യമേറിയ ദിവസങ്ങളാണ് അല്ലേ. നോമ്പും തറാവീഹ് നിസ്കാരങ്ങളും രാത്രിയിലെ പ്രാർത്ഥനകളും ഖുർആനൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന വളരെ മനോഹരമായ ദിനരാത്രങ്ങളാണ്. ഇവിടെ ഒരു വിഷയം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പ്രേക്ഷകർ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ സൈക്കോളജി അള്ളാഹു പറയുന്നുണ്ട്. ഇങ്ങനൊരു അന്ത്യനാൾ വരാനുണ്ടെന്നും നമ്മുടെ കർമ്മങ്ങൾക്ക് അള്ളാഹു വിധി പറയാൻ പോകുന്നുണ്ടെന്നും ഒക്കെ മനുഷ്യൻ അറിഞ്ഞാലും ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, എന്നാലും മനുഷ്യൻ തിന്മകൾ മുന്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിന്മകളാ ചെയ്യുക ആദ്യം, പിന്നെ പറയും കുറേ കഴിഞ്ഞിട്ട് അങ്ങ് തൗബ ചെയ്ത് മടങ്ങിയേക്കാം, കുറേ കഴിഞ്ഞിട്ടൊരു ഉംറക്കോ ഒരു ഹജ്ജിനോ പോകാം. അങ്ങനെ ഒരു കഴുകിത്തുടക്കലാണോ സത്യത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അല്ല അല്ലേ. ഇപ്പോഴേ ആരംഭിക്കുക. നമ്മുടെ അവസാനം എപ്പോഴാണ് നമുക്കറിയോ? നമ്മുടെ ഖിയാമത്ത് മരണം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പിന്നീട് നന്നാവാം. തസ്വീഫ് എന്ന് പറയും അല്ലേ, പോസ്റ്റ്പോൺ ചെയ്യുക. നമ്മൾ നാളെ ആവാം നന്നാവൽ, പിന്നെ ഇത് പിശാച്ചിൽ നിന്നാണ്. ഇന്ന് തന്നെ നന്നാവുക അല്ലേ. ഇന്ന് തന്നെ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുക അല്ലേ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പിന്നെ ഖിറാഅത്തിൻ്റെ തിലാവത്തിൻ്റെ നിയമങ്ങളും അഹ്കാമുകളൊക്കെ നമ്മുടെ ഉസ്താദന്മാർ ഖാരിയങ്ങളും പ്രസിദ്ധരുമായ നമ്മുടെ ജഡ്ജിമാരാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദിനോട് ചോദിക്കുക ആദ്യം അല്ലേ. അൽഹംദുലില്ലാ, നമ്മുടെ സയ്യിദ് മുഹമ്മദ് ജലാൽ ഓതിയ ഖിറാഅത്ത് തിലാവത്ത് വളരെ ആകർഷണീയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും കൂടുതൽ ആകർഷണീയമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. എങ്കിലും ചില അക്ഷരങ്ങളുടെ ഉച്ചാരണ രീതി ശ്രദ്ധിച്ചാൽ തർക്കമില്ലെന്ന അഭിപ്രായമുണ്ട്. ഉദാഹരണം യൗമൈദിൻ അൽ മുസ്തഖർ, ആ സീൻ്റെ ആ സഫാറത്ത് കൂടുതൽ വ്യക്തമായിട്ടില്ല. മുസ്ത എന്നുള്ള ആ സീൻ, അതാണ് സഫാറത്ത്, അത് കൂടുതൽ വ്യക്തമാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചില അപാകതകൾ ഒഴിവാക്കിയാൽ വളരെ നന്നായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത റൗണ്ടിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിച്ചുകൊണ്ട് ഉഷാറാവാൻ ശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ. 50-ൽ 33 മാർക്ക്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് ജഡ്ജിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദ് കോട്ടക്കൽ, ഉസ്താദിൻ്റെ അഭിപ്രായം കേൾക്കാം. അൽഹംദുലില്ലാ, നല്ല റാഹത്തുള്ള ഖിറാഅത്തായിരുന്നു. അൽഹംദുലില്ലാ. ഉസ്താദ് പറഞ്ഞതുപോലെ 1-2 നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനിയും ഉയർച്ചയിലേക്ക് എത്താം. ലി യഫ്ജുറ അമാമ, യഫ്ജുറ എന്ന ഫ, അതുപോലെ ഐനൽ മഫർ എന്നുള്ളത് ഫ, ഈ ഫ ഒക്കെ അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന് വരുന്നില്ല. ഇപ്പോൾ യഫ്ജുറ എന്ന് പറയുമ്പോൾ ഫ ഒരു വ്യക്തമല്ല. അതുപോലെ കാഫിൻ്റെ ഹംസ് എന്ന് പറഞ്ഞ സിഫത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് അക്ക് എന്ന് ഒരല്പെങ്കിലും വരണം, അപ്പോഴാണ് ഹംസ് എന്ന് പറഞ്ഞ സിഫത്ത് വരിക. അതും ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ റാഹത്താണ്. അടുത്ത റൗണ്ടിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പുരോഗതിയിലെത്തും. അള്ളാഹു പുരോഗതിയിലെത്തിക്കട്ടെ. ആമീൻ ആമീൻ. മാർക്ക് കണക്കാക്കുന്നത് 50-ൽ 32 മാർക്കാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അക്ഷരങ്ങളുടെ ഒരു വലിയ അത്ഭുതം. നമ്മൾ പാട്ടുകൾ പാടുന്ന സമയത്ത് ഇങ്ങനെ ശ്രുതി പല്ലവിയൊക്കെ നമ്മൾ കുറവ് കൂടി അതിൻ്റെ രാഗം താളങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഇബാദത്താണ്, നമ്മുടെ ആരാധനയുടെ ഭാഗമാണ് അല്ലേ. ഖുർആൻ പാരായണം പ്രതിഫലം കിട്ടുന്ന ഇബാദത്താണ്. അപ്പോൾ അതിൽ നമ്മുടെ അഹ്കാമുകളും നിയമത്തിൻ്റെ അക്ഷരങ്ങളുടെ ശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കേവലം ശ്രവിക്കാനുള്ള മധുരം എന്നതിലപ്പുറം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയതുപോലെ നമ്മുടെ ഒത്താവാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഈ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കൽ അല്ലേ. അൽഹംദുലില്ലാ. ബഹുമാനോട് ഇ വി ഉസ്മാൻ കോയ സാഹിബ് ഇൻഷാ അല്ലാഹ് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ഈ സൂറ ഖിയാമത്ത് ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യത്തിൽ വളരെ ആസ്വാദകരമായി തോന്നിയത് ആ ആക്ഷനാണ്, ആ ഓർമ്മ വന്നിട്ടുള്ള ആ ആക്ഷൻ. അത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയ. ഒരു സംഗീത ആസ്വാദകൻ കൂടി ആയതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയെന്ന് ഞാൻ മനസ്സിലാക്കി. ഏതായാലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ബൈബിളിലായാലും ഗീതിയിലൊക്കെ പല മാറ്റങ്ങൾ വരുത്തി വായിക്കാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. തുടക്കം മുതൽ ഖിയാമത്ത് വരെ ഒരു മാറ്റവും വരാതിരിക്കുകയും വരുത്തുന്നതും അല്ലാത്തതുമായ ഈ ഗ്രന്ഥത്തിനെ കുറിച്ചുള്ള ഈ ഒരു സൂറത്ത് ഓതിയത് വളരെ നന്നായിട്ടുണ്ട്. എല്ലാ നിലയിലും താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. 10-ൽ 6.5 മാർക്ക് നൽകുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ.
ഈ മനോഹരമായ ഖിറാഅത്ത് നമ്മുടെ സയ്യിദ് മുഹമ്മദ് ജലാൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്? കേട്ടിട്ടാണ്. അങ്ങനെ ഇൻ്റർനെറ്റിലൂടെയാണോ അല്ല ടി വി സി ഡി ഉപയോഗിച്ചിട്ടാണോ അല്ല? സി ഡി കേൾക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ട്. നമുക്കത് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ പോസിറ്റീവ് വശങ്ങൾ സ്വീകരിക്കണം അല്ലേ? നമുക്ക് നന്മയും തിന്മയും ലോകത്ത് ഇല്ലാത്തൊരു കാലം ഉണ്ടാവില്ല. അങ്ങനെയാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ നന്മ തിരഞ്ഞെടുക്കുന്നവനാണ് സത്യവിശ്വാസി അല്ലേ? ഇവിടെ അന്നപാനീയങ്ങൾ, മദ്യവും കിട്ടും, മയക്കുമരുന്നും കിട്ടും, പക്ഷേ ഹലാലായ ഭക്ഷണമുണ്ട്. ഹലാൽ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നുപോലെ ഇൻ്റർനെറ്റ്, ഇപ്പോൾ ടെക്നോളജി അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ടെക്നോളജി. അപ്പോൾ ഇൻ്റർനെറ്റിൽ നമുക്ക് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഈ ഖാരിഈങ്ങളുടെയൊക്കെ വ്യത്യസ്തമായ ഖിറാത്തുകളൊക്കെ, ഇപ്പോൾ ഖുർആൻ-explorer.com ഒരു ഉദാഹരണം. അതിൽ നമ്മൾ ഏത് ഖാരി വേണം നമ്മൾ ചൂസ് ചെയ്താൽ ആ ഖുർആൻ എക്സ്പ്ലോറർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആപ്പുകളുണ്ട്, മൊബൈലുകൾ ഡൗൺലോഡ് ചെയ്യുക. ഓരോ ഖാരിൻ്റെയും ശൈലി നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഖുർആനിൻ്റെ വശം നമുക്ക് നെറ്റിലൂടെയൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു ചെയ്ത ആ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ വിഭവം നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലേ? ഖുർആന് വേണ്ടി ഉപയോഗിക്കുക, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ വിഷയം മനസ്സിലാക്കുക. അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ്റെ പാരായണം, അത് നന്നാക്കി ഓതൽ, അത് വളരെ ഉറത്തിരിൽ ഖുർആന തർത്തീല, ആ രീതിയിൽ നമുക്ക് പാരായണം ചെയ്യണം. നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് സയ്യിദ് മുഹമ്മദ് ജലാൽ നമുക്കിവിടെ വളരെ മനോഹരമായി പാരായണം ചെയ്തു തന്നു. നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടല്ലോ. അൽഹംദുലില്ലാഹ്. ഇനിയും വരാനുള്ള റൗണ്ടുകളുണ്ട്. നന്നായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ ഈ പരിപാടിയിലേക്ക്, ഈ ഷോയിലേക്ക് വന്നതിന് എല്ലാ നന്ദിയും പിന്നെ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈറ. ആമീൻ യാ റബ്ബൽ ആലമീൻ.